ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. അതിലേക്ക് ചേർക്കാനായി ഒരു സബോളയും ചിക്കൻ്റെ എല്ലില്ലാത്ത ഒരു പീസും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ചിക്കനും കിഴങ്ങും നുറുക്കി കഴുകി വാരി കുക്കറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കനും കിഴങ്ങും വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം. ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നമ്മൾ ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ചിക്കനും കിഴങ്ങും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. ഇനി സവോള ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കരിയാപ്പില, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വരട്ടാം. ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് വേവിച്ച് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് കുഴച്ച് വെച്ചത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഇതുപോലെ ഇച്ചിരി വലുതാക്കി പരത്തിയെടുക്കണം. ഗോതമ്പ് മാവിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചത് ഇതുപോലെ നല്ലോണം പരത്തി കൊടുക്കാം. പരത്തി വെച്ചത് ഇനി ഇതുപോലെ റോള് ചെയ്തെടുക്കാം. നമ്മൾ റോള് ചെയ്ത് വെച്ചു. ചെറിയ പീസുകളായിട്ട് കണ്ടിച്ചെടുക്കാം. കണ്ടിച്ച കഷ്ണങ്ങൾ ഓരോന്നും ഇതുപോലെ പരത്തി ഒന്നെടുക്കാം. പ്രസ് ചെയ്ത് ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. അതിൽ വെച്ച് ഇതുപോലെ എല്ലാം പരത്തിയെടുത്തു. പാനടപ്പത്ത് വെച്ച് ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഒത്തിരി നേരം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടാനും വിട്ട് വരുമ്പോൾ കഴിക്കാനും ഒക്കെ നല്ലതാണ്. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. ബാക്കിയും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.